ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിപുലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമീപകാലത്ത് നിങ്ങൾക്കറിയാൻ ചില പ്രശ്നങ്ങളിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട രൂപത്തിൽ ചില വിഷയങ്ങൾ വളർന്നു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാടില്ല, ഒരു മതത്തിന്റെയും പ്രത്യേക സിംബലുകളോ ഫ്ലക്സുകളോ ബോർഡുകളോ പ്രചരണമോ വേദിയാക്കി ഇതിനെ മാറ്റിക്കൂടാ എന്ന കാര്യം കൃത്യമായി പറയും. എന്തോ അതെ, നമ്മുടെ പൂരം നടക്കുന്ന വേദികൾ ഇത് ഒന്നിന്റെയും പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. അല്ല, ഒരു പ്രയാസവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞു. നേരത്തെ ബാരിക്കേഡുകൾ വെച്ച് പ്രത്യേകമായിട്ട് ആ ഘട്ടത്തിൽ തടുക്കില്ല. പൂരം അതിന്റെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളോടെ ഉപചാരങ്ങളോടെ അത് കടന്നുപോയതിനു ശേഷമായിരിക്കും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക. എക്സിബിഷനും രാത്രി 12 മണി വരെ അനുവദിക്കാം എന്നുള്ള പൊതുധാരണ പൂരത്തിന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. എക്സിബിഷനും രാത്രി 12 മണി വരെ അനുവദിക്കാം എന്ന് നിശ്ചയിച്ചു. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിമിതപ്പെടുത്തലല്ലാതെ പ്രത്യേകിച്ചില്ല. എന്നാണ് സാധാരണ വെപ്പ്. അത് ആ വിധത്തിൽ തന്നെ ഒരു പരസ്പര ധാരണയിൽ അത് പോകും. ഇത്തവണ പരമാവധി മുന്നൊരുക്കങ്ങളോട് കൂടിയാണ് നമ്മൾ പൂരത്തിന്റെ വിവിധ ചടങ്ങുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. നിരവധി യോഗങ്ങളായി വിളിച്ചു ചേർക്കുന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വിവിധ ഏജൻസികളുടെ യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ജില്ലയിലെ മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക് ഞാനും രാജമിനിസ്റ്ററും പങ്കെടുത്ത് 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന പരസ്പരം എല്ലാവരും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൂരം വളരെ ഹൃദ്യമായ നിലയിൽ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്പര ധാരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും ദേവസ്വങ്ങൾ തമ്മിലും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമായ നിയമോപദേശങ്ങൾ കൂടി ലഭ്യമാക്കിക്കൊണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെട്ടിട്ടുള്ളത്. വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതായ ചുമതലകൾ കൃത്യമാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു തർക്കത്തിന്റെ സ്കോപ്പ് ഇത്തവണ ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഒരു അനുരഞ്ജനാത്മകമായ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്നുള്ളതാണ്.